വ്യക്തമാണ് UDF നേതൃയോഗത്തിന് ശേഷമുള്ള തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കുകയാണ്. പന്ത് അൻവറിന്റെ കോർട്ടിലേക്ക് തട്ടുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് അൻവറാണ്. അൻവർ തീരുമാനമെടുത്താൽ നിലപാട് പറയുമെന്ന് UDF നേതൃയോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. ആദ്യം അൻവർ തീരുമാനിക്കട്ടെ, അതിനുശേഷം എങ്ങനെയാകുമെന്നുള്ളത് UDF വ്യക്തമാക്കും. കൂടെ കൂട്ടുകയാണെങ്കിൽ അൻവറും തീരുമാനിക്കണം, പോകേണ്ടതാണെങ്കിലും അൻവർ തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി, UDFന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ച് പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായം. വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് തോന്നേണ്ടി വരുമോ? പ്രതിപക്ഷ നേതാവ് കൃത്യമായി പന്ത് അൻവറിന്റെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണ്. തീരുമാനം അൻവർ പറയട്ടെ, അതുവരെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് രണ്ട് മലയാള വാചകങ്ങളാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. അൻവർ തീരുമാനിക്കട്ടെ അല്ലേ? അതുതന്നെയാണ്, വളരെ കൃത്യമാണ് UDFന്റെ നിലപാട്. PV അൻവർ വേണം തീരുമാനിക്കേണ്ടത്. UDFുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അൻവറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നതാണ് UDF നിലപാടെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് VD സതീശന്റെ വാക്കുകൾ. അൻവറിന് തീരുമാനിക്കാം UDFുമായി സഹകരിക്കണോ, UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കണോ എന്നത്. അങ്ങനെ വന്നാൽ UDFന്റെ പ്രവേശന കാര്യം അപ്പോൾ ആലോചിക്കും. അല്ലാതെ അൻവറിന് അങ്ങോട്ടൊരു ഓഫർ വെക്കുന്നില്ല, അല്ലെങ്കിൽ അൻവറിനെ UDFിൽ എടുക്കാമെന്നോ UDFിനെ അസോസിയേറ്റ് മെമ്പർ ആക്കാമെന്നോ അങ്ങനെയുള്ള യാതൊരു ഉപാധിയും അംഗീകരിക്കുന്നില്ല. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ഈ UDFുമായി സഹകരിച്ച് പ്രവർത്തിച്ചാൽ അൻവറിന്റെ ആവശ്യം അപ്പോൾ പരിഗണിക്കും എന്നുള്ള ഒരു എന്ന് കൃത്യമായ ഒരു ഉപാധി തന്നെ വെക്കുകയാണ് അൻവറിന്റെ മുന്നിൽ. എങ്ങനെയാണ് അൻവറിന്റെ മുന്നിൽ അൻവർ പ്രവർത്തിച്ചാൽ മാത്രം, ഇനി അൻവറിന്റെ കയ്യിലാണ് പൂർണ്ണമായി. UDFിന് ഇനി ഒരു ചർച്ചയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ UDFിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അൻവറിന് തീരുമാനിക്കാം UDFുമായി സഹകരിക്കണോ വേണ്ട. ഇനി അൻവർ പോയാലും സ്വതന്ത്രനായി മത്സരിച്ചാലും ഒന്നും UDFിനെ സംബന്ധിച്ച് പ്രശ്നമില്ല എന്നൊരു വ്യക്തമായ സന്ദേശം കൂടിയാണ് VD സതീശനും UDF നേതാക്കളും നൽകുന്നത്. അൻവറിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്ന് തന്നെയാണ്. ഇപ്പോൾ അൻവറിനെ തള്ളി പറയുന്നില്ല എന്ന് മാത്രമാണ്. ഫലത്തിൽ പറഞ്ഞാൽ അൻവറിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അൻവർ UDFുമായി സഹകരിച്ചാൽ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ ആലോചിക്കാം, ആദ്യം നിങ്ങൾ ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കൂ എന്ന് തന്നെയാണ് കൃത്യമായുള്ള സന്ദേശം. അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ, നേരത്തെ VD സതീശൻ തന്നെ അൻവർ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഇതേ VD സതീശൻ തന്നെ പറഞ്ഞത് അൻവറിനെ UDFുമായി സഹകരിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ, അത് എങ്ങനെ വേണം എന്നതിൽ മാത്രമാണ് ആലോചന എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്ന് വളരെ ക്ലിയറായി പറയുന്നു, ആ വാചകം പോലും അദ്ദേഹം പറയുന്നില്ല. ഇന്ന് വളരെ ക്ലിയറായി പറയുന്നത് അൻവറിന് UDFുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് അൻവറിന് തീരുമാനിക്കാം. അൻവർ അങ്ങനെ സഹകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം എന്ന് UDF ആലോചിച്ച് പറയും എന്നാണ് പറയുന്നത്. മുൻപ് പറഞ്ഞിരുന്ന സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് എന്നുള്ള വാചകം പോലും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അത് തള്ളിക്കളഞ്ഞിട്ട് അൻവറിന് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് പോകാം, സ്വതന്ത്രനായി മത്സരിക്കണമെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാം, UDFുമായി സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം, സഹകരിച്ചാൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്നുള്ള വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അൻവറിന്റെ ഒരു വിലപേശലിനും UDF വില കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ചു മാധ്യമപ്രവർത്തകർ മറ്റു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അൻവറിന് വേണമെങ്കിൽ UDFുമായി സഹകരിക്കാനുള്ള വഴി തുറന്നിട്ടുകൊണ്ട് തന്നെ, എന്നാൽ പൂർണ്ണമായും മേധാവിത്വം UDFിനും കോൺഗ്രസും ആയിരിക്കണം എന്നത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു ഉപാധിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് പറയാം. അൻവറിന് മുന്നിൽ ഒറ്റ ഉപാധി മാത്രമേ ഉള്ളൂ, ഇനി സഹകരിച്ചു കഴിഞ്ഞാൽ അൻവറിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കാം. അല്ലാതെ ഇതുവരെ പറഞ്ഞ രീതിയിൽ നിന്ന് അടക്കം UDF പിന്നോക്കം പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്നലെ വരെ അൻവറിന്റെ അടുത്ത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളടക്കം ദൂതന്മാരായി പറഞ്ഞു വിടുമ്പോഴടക്കം UDFിന് ഒരു മയപ്പെട്ട സമീപനം ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതിനുശേഷം കൃത്യമായി തന്നെ UDF
നയം വ്യക്തമാക്കുന്നു. അൻവറിന് വേണമെങ്കിൽ UDF-ഉമായി സഹകരിക്കാം. അങ്ങനെയാണെങ്കിൽ അൻവർ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം അൻവറിനെ UDF-ലേക്ക് സഹകരിപ്പിക്കുന്ന കാര്യം ആലോചിക്കാം. അതും എങ്ങനെയാണ് സഹകരിപ്പിക്കുന്നത്? UDF-ൽ അംഗമാക്കുമെന്നോ അസോസിയേറ്റ് മെമ്പറാക്കുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുറത്തു നിന്നുള്ള സഹകരണമാണോ അംഗീകരിക്കുന്നത്? ആ ഒരു വ്യവസ്ഥയും UDF പറയുന്നില്ല. കൃത്യമായി അൻവറിന് മുന്നിൽ ചെക്ക് വെക്കുക എന്ന് തന്നെ പറയാം. അൻവറിന് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് UDF-ന്റെ തീരുമാനം. ഇപ്പോൾ UDF ചെയർമാൻ കൂടിയായ UDF പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അൻവറിന്റെ സമ്മർദ്ദത്തിനോ വിലപേശലിനോ വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനം UDF എടുത്തിരിക്കുകയാണ്. നിർണായക UDF യോഗം പൂർത്തിയാകുമ്പോൾ ഇനി പന്ത് അൻവറിന്റെ കോർട്ടിലാണ്. സഹകരിച്ചാൽ അൻവറിന് കൊള്ളാം എന്നതാണ് VD സതീശൻ പറയുന്നത്. സഹകരണം നോക്കി പിന്നീട് തീരുമാനം. അൻവർ ഇപ്പോൾ മുന്നോട്ട് വെച്ച ഉപാധികളോ സമ്മർദ്ദമോ ഒന്നും കണക്കിലെടുക്കുന്നില്ല. എങ്ങനെ തിരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നു എന്നത് നോക്കി ഇനിയുള്ള തീരുമാനം എന്നതാണ് VD സതീശൻ പറയുന്നത്. കിരൺ, ഈ കാര്യത്തിൽ ഈ സാഹചര്യം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു അൻവർ ഉദ്ദേശിച്ചിരുന്നത്. ഇനി അൻവറിന്റെ പ്രതികരണമാണ് ഏറ്റവും നിർണായകം. അത് ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്.